എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സയൻസിൽ ആഹാരവും പോഷകവും എന്നൊരു ടോപ്പിക്സിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് കാണുന്ന, എപ്പോഴും എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗമാണ്. അവിടുന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. പാലിലെ പ്രോട്ടീൻ ഏതാണ്? പാലിലെ പ്രോട്ടീനാണ് കേസിൻ. പാലിലെ പഞ്ചസാരയാണ് ലാക്ടോസ്. അതുപോലെ പഴങ്ങളിലെ പഞ്ചസാരയാണ് ഫ്രാക്ടോസ്. കരിമ്പിലെ പഞ്ചസാരയാണ് സൂക്രോസ്. പാലിലെ പ്രോട്ടീൻ കേസിൻ, പാലിലെ പഞ്ചസാര ലാക്ടോസ്, പഴങ്ങളിലെ പഞ്ചസാര ഫ്രാക്ടോസ്, കരിമ്പിലെ പഞ്ചസാര സൂക്രോസ്. അരിയിലും മരച്ചീനിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന അന്നജമാണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് എന്ന അന്നജമാണ് അരിയിലും മരച്ചീനിയിലുമൊക്കെ അടങ്ങിയിരിക്കുന്നത്. പാല് കേടുവരാതെ സൂക്ഷിക്കുന്ന ആ പ്രക്രിയയാണ് പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത്. പാല് കേടുകൂടാതെ സൂക്ഷിക്കുന്ന പ്രക്രിയയാണ് പാസ്റ്ററൈസേഷൻ. ഇത് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ്. പാലിലെ പ്രോട്ടീൻ കേസിനാണെന്ന് പറഞ്ഞു. പാലിലെ വെള്ള നിറത്തിന് കാരണവും കേസിനാണ്. പ്രകാശം തട്ടുമ്പോൾ കേസിൻ ഈ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് പാലിന് വെള്ള നിറം കാണപ്പെടുന്നത്. പാലിലെ പ്രോട്ടീൻ കേസിനാണ്. ഈ പാലിൻ്റെ വെള്ള നിറത്തിന് കാരണവും കേസിനാണ്. പാലിന് ഇളം മഞ്ഞ നിറം. ആദ്യം ലഭിക്കുന്ന പാലിന് ഇളം മഞ്ഞ നിറമാണ്. ഈ ഇളം മഞ്ഞ നിറത്തിന് കാരണം വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ B12 ആണ് പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണം. സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ വൈറ്റമിൻ B12 നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പാലിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ ആണ് പാലിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കൊഴുപ്പാണ് കേട്ടോ. കൊഴുപ്പാണ് പാലിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത്. പാലിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന എൻസൈം ഏതെന്ന് ചോദിച്ചാൽ റെനിൻ ആണ്. റെനിൻ എന്ന എൻസൈമാണ് പാലിൻ്റെ ദഹനത്തെ സഹായിക്കുന്നത്. പാലിൻ്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം. ധവള വിപ്ലവം പാലിൻ്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ പിതാവ് വർഗീസ് കുര്യനാണ്. ധവള വിപ്ലവത്തിൻ്റെ പിതാവ് വർഗീസ് കുര്യനാണ്. മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നതും വർഗീസ് കുര്യനാണ്. പാലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നോക്കിയത്. പാലിലെ പ്രോട്ടീൻ കേസിനാണ്. പാല് കേടുവരാതെ സൂക്ഷിക്കുന്നത് പ്രക്രിയയാണ് പാസ്റ്ററൈസേഷൻ. ലൂയി പാസ്റ്ററാണ് ഇത് കണ്ടുപിടിച്ചത്. പാലിൻ്റെ വെള്ള നിറത്തിന് കാരണം കേസിനാണ്. പാലിന് ഇളം മഞ്ഞ നിറമുണ്ട്. അതിന് കാരണം വിറ്റാമിൻ B12 ആണ്. സൂര്യപ്രകാശം തട്ടുമ്പോൾ ഈ B12 നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. പാലിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കാൻ യൂസ് ചെയ്യുന്നത് ലാക്ടോമീറ്റർ ആണ്. പാലിൽ ഏറ്റവും കൂടുതലുള്ളത് കൊഴുപ്പാണ്. പാലിൻ്റെ ദഹനത്തെ സഹായിക്കുന്ന എൻസൈം റെനിൻ ആണ്. പാലിൻ്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടാണ് ധവള വിപ്ലവം. പിതാവ് വർഗീസ് കുര്യനാണ്. അദ്ദേഹമാണ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇത് നമുക്ക് മുട്ടയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. മുട്ടയുടെ ഭാരം 50 ഗ്രാം ആണ്. 50 ഗ്രാം ആണ് മുട്ടയുടെ ഭാരം. മുട്ടയിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യമാണ് മുട്ടയിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. മുട്ടയുടെ വെള്ളയിലെ പ്രോട്ടീനാണ് അൽബുമിൻ, അവിഡിൻ. അൽബുമിൻ, അവിഡിൻ എന്ന് പറയുന്ന പ്രോട്ടീൻസ് ആണ് മുട്ടയുടെ വെള്ളയിൽ കൂടുതൽ. മുട്ടയുടെ മഞ്ഞയ്ക്ക് നിറം കൊടുക്കുന്നത് സാന്തോഫിനാണ്. ഈ മുട്ടയുടെ മഞ്ഞയ്ക്ക് നിറം കൊടുക്കുന്നത് സാന്തോഫിനാണ്. മുട്ടയുടെ മഞ്ഞയിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. മുട്ടയെക്കുറിച്ചുള്ള പഠനമാണ് ഒവോളജി. മുട്ടയെക്കുറിച്ചുള്ള പഠനം ഒവോളജിയാണ്. മുട്ടയുടെ ഭാരം 50 ഗ്രാം. പ്രോട്ടീനാണ് മുട്ടയിൽ കൂടുതൽ. മുട്ടയുടെ വെള്ളയിൽ പ്രധാനപ്പെട്ട പ്രോട്ടീനാണ് അൽബുമിനും അവിഡിനും. മുട്ടയുടെ മഞ്ഞയിൽ വൈറ്റമിൻ ഇ ധാരാളമായിട്ടുണ്ട്. മുട്ടയെക്കുറിച്ചുള്ള പഠനമാണ് ഒവോളജി. മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് രജത വിപ്ലവം. രജത വിപ്ലവം മുട്ട ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. മുട്ടയിൽ ധാരാളമുള്ളത് വൈറ്റമിൻ ഇ ആണെന്ന് പറഞ്ഞു. മുട്ടയിൽ ഇല്ലാത്തൊരു വൈറ്റമിനാണ് വൈറ്റമിൻ സി. ഒരു കോഴിമുട്ട വിരിയാൻ എടുക്കുന്ന സമയം 21 ദിവസമാണ്. ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഒരു കോഴിമുട്ട വിരിയാൻ എടുക്കുന്നത് 21 ദിവസമാണ്. മുട്ടയുടെ തോടിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് മുട്ടയുടെ തോടിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്.
ഒരുപാട് നേരം മുട്ട വേവിച്ചാൽ ഒരു പച്ച നിറം മുട്ടയ്ക്ക് ചെറിയൊരു പച്ച നിറം വരുന്നത് കാണാം. ഇതിന് കാരണം അയൺ സൾഫൈഡാണ്. അയൺ സൾഫൈഡാണ് കോഴിമുട്ട ഏറെ നേരം വേവിച്ചാൽ ഒരു പച്ച നിറം കാണാം. ഇതിന് കാരണം അയൺ സൾഫൈഡാണ്. കോഴിമുട്ട കൃത്രിമമായി വിരിയിക്കുന്ന പ്രക്രിയയാണ് ഇങ്കുബേറ്റർ. ഇങ്കുബേറ്റർ എന്ന പ്രക്രിയയാണ് കോഴിമുട്ട കൃത്രിമമായി വിരിയിക്കുന്നത്. ഏറ്റവും വലിയ മുട്ട നമുക്കറിയാം ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട. ചെറിയ മുട്ട ഹമ്മിങ് ബേർഡിൻ്റെ മുട്ടയാണ് ചെറിയ മുട്ട. ഇത് നമുക്ക് ധാന്യകത്തിനെ കുറിച്ച് പറയാം. ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ധാന്യകം. ഈ ധാന്യകത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇത് മൂന്നും അടങ്ങിയിരിക്കുന്നതാണ് ധാന്യകം. ധാന്യകത്തിലെ ചെറു ഘടകങ്ങളാണ് ഗ്ലൂക്കോസും ഫ്രാക്ടോസും. ഗ്ലൂക്കോസും ഫ്രാക്ടോസും ധാന്യകത്തിലെ ചെറു ഘടകങ്ങളാണ്. ധാന്യകത്തെ ദഹിപ്പിക്കുന്നതാണ് അമിലേസ്. അമിലേസ് ആണ് ധാന്യകത്തെ ദഹിപ്പിക്കുന്നത്. അപ്പോൾ ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൽ കാർബണും ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയിട്ടുണ്ട്. ചെറു ഘടകങ്ങളാണ് ധാന്യകത്തിലെ ചെറു ഘടകങ്ങളാണ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഫ്രാക്ടോസ്. ധാന്യകത്തിൻ്റെ കലോറിക മൂല്യം 4 കിലോ കലോറിയാണ്. ധാന്യകത്തിൻ്റെ കലോറിക മൂല്യം 4 കിലോയാണ്. അപ്പോൾ ധാന്യകം ഒന്നുകൂടെ പറയാം. ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ചെറു ഘടകങ്ങൾ ഗ്ലൂക്കോസും ഫ്രാക്ടോസുമാണ്. ധാന്യകത്തെ ദഹിപ്പിക്കുന്നത് അമിലേസ് ആണ്. ധാന്യകത്തിൻ്റെ കലോറിക മൂല്യം 4 കിലോ കലോറിയാണ്. നമ്മൾ ധാന്യകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഇതിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ചെറു ഘടകങ്ങളാണ് ഗ്ലൂക്കോസും ഫ്രാക്ടോസും. ധാന്യകത്തിൻ്റെ കലോറിക മൂല്യം 4 കിലോ കലോറിയാണ്. ധാന്യകത്തെ ദഹിപ്പിക്കുന്നത് അമിലേസ് ആണ്. അടുത്തത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. പ്രോട്ടീനിലെ ചെറു ഘടകമാണ് അമിനോ ആസിഡ്. അമിനോ ആസിഡാണ് പ്രോട്ടീനിലെ ചെറു ഘടകം. പ്രോട്ടീൻ്റെ കലോറിക മൂല്യം 5.64 കിലോ കലോറിയാണ്. പ്രോട്ടീൻ്റെ കലോറിക മൂല്യം 5.64. ശരീരത്തിൻ്റെ നിർമ്മാണ ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ നിർമ്മാണ ഘടകമാണ് പ്രോട്ടീൻ. വളരുന്ന കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് പ്രോട്ടീൻ. പ്രോട്ടീനെ കുറിച്ച് പറയാം. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യത്തിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ പിന്നെ നൈട്രജനും കൂടെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ധാന്യകത്തിൽ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇത്രയുമാണ് അടങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു. പ്രോട്ടീനിൽ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജനും കൂടെ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ്റെ ചെറു ഘടകമാണ് അമിനോ ആസിഡ്. അമിനോ ആസിഡാണ് പ്രോട്ടീൻ്റെ ചെറു ഘടകം. പ്രോട്ടീൻ്റെ കലോറിക മൂല്യം 5.64 ആണ്. 5.64 പ്രോട്ടീൻ്റെ കലോറിക മൂല്യം. ശരീരത്തിലെ നിർമ്മാണ ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതുപോലെ വളരുന്ന കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ടതാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് പയർ. പ്രോട്ടീൻ്റെ കലവറ എന്നറിയപ്പെടുന്നത് പയറാണ്. അതുപോലെ സോയാബീനിലും ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന എൻസൈമാണ് പെപ്സിനും, ട്രിപ്സിൻ, റെനിൻ, തൈമോട്രിപ്സിൻ എന്നിവ. പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന എൻസൈംസ് പെപ്സിൻ, ട്രിപ്സിൻ, റെനിൻ, തൈമോട്രിപ്സിൻ എന്നിവ പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന എൻസൈമുകളാണ്. കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഊർജ്ജം അടങ്ങിയ ഭക്ഷണ ഘടകമാണ് കൊഴുപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഊർജ്ജം അടങ്ങിയ ഭക്ഷണ ഘടകം കൊഴുപ്പാണ്. കൊഴുപ്പിൻ്റെ കലോറിക മൂല്യം 9 കിലോയാണ്. 9 കിലോയാണ് കൊഴുപ്പിൻ്റെ കലോറിക മൂല്യം. കൊഴുപ്പിൻ്റെ ചെറു ഘടകങ്ങളാണ് ഗ്ലിസറോള്, ഫാറ്റി ആസിഡ്. ഗ്ലിസറോളും ഫാറ്റി ആസിഡും കൊഴുപ്പിൻ്റെ ചെറു ഘടകങ്ങളാണ്. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന ശരീരത്തിലെ എൻസൈമാണ് ലിപ്പേഴ്സ്. കൊഴുപ്പിനെ ദഹിപ്പിക്കുന്ന ശരീരത്തിലെ എൻസൈം ലിപ്പേഴ്സ് ആണ്. നല്ല കൊഴുപ്പുമുണ്ട്, ചീത്ത കൊഴുപ്പുമുണ്ട്. HDL ആണ് നല്ല കൊഴുപ്പ്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. HDL നല്ല കൊഴുപ്പും LDL ചീത്ത കൊഴുപ്പുമാണ്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ.
HDL നല്ല കൊഴുപ്പും LDL ചീത്ത കൊഴുപ്പുമാണ്. അപ്പോൾ കൊഴുപ്പ് ഏറ്റവും കൂടുതൽ ഊർജ്ജമടങ്ങിയ ഭക്ഷണ ഘടകമാണ്. കൊഴുപ്പിൻ്റെ കലോറിക മൂല്യം 9 കിലോയാണ്. ചെറുഘടകങ്ങൾ ഗ്ലിസറോളും ഫാറ്റി ആസിഡുമാണ്. ദഹിപ്പിക്കുന്ന ശരീരത്തിലെ എൻസൈമാണ് ലിപ്പേഴ്സ്. കൊഴുപ്പ് 2 വിധമുണ്ട്, നല്ല കൊഴുപ്പും ചീത്ത കൊഴുപ്പും. HDL നല്ല കൊഴുപ്പും LDL ചീത്ത കൊഴുപ്പുമാണ്. ആഹാരവും പോഷണവും എന്ന ടോപ്പിക്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് നോക്കിയത്. അടുത്തൊരു ടോപ്പിക്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.